കരുതുമാ കരങ്ങൾ കാണുന്നു ഞാൻ. കരുണയുടെന്നെ അണയ്ക്കുമാ കരങ്ങൾ, കരുതുമാ കരങ്ങൾ കാണുന്നു ഞാൻ. കരുണയുടെന്നെ അണയ്ക്കുമാ കരങ്ങൾ, കരുതുമാ കരങ്ങൾ കാണുന്നു ഞാൻ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി സങ്കീർത്തനങ്ങൾ 105 16 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അവൻ ദേശത്ത് ഒരു ക്ഷാമം വരുത്തി, അപ്പമെന്ന കോലിനെ അശേഷം ഒടിച്ചു കളഞ്ഞു. അവർക്ക് മുൻപായി അവൻ ഒരാളെ അയച്ചു, യോസേഫിനെ അവർ ദാസനായി വിറ്റുവല്ലോ. യഹോവയുടെ വചനം നിവൃത്തിയാകുകയും അവന്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുവോളം അവൻ അവന്റെ കാലുകളെ വിലങ്ങുകൊണ്ട് ബന്ധിക്കുകയും അവൻ ഇരുമ്പ് ചങ്ങലയിൽ കുടുങ്ങുകയും ചെയ്തു. രാജാവ് ആളയച്ച് അവനെ വിടുവിച്ചു. ജാതികളുടെ അധിപതി അവനെ സ്വതന്ത്രനാക്കി. അവന്റെ പ്രഭുക്കന്മാരെ ഇഷ്ടപ്രകാരം ബന്ധിച്ചുകൊള്ളുവാനും അവന്റെ മന്ത്രിമാർക്ക് ജ്ഞാനം ഉപദേശിച്ചു കൊടുപ്പാനും തന്റെ ഭവനത്തിന് അവനെ കർത്താവായും തന്റെ സർവസമ്പത്തിനും അധിപതിയായും നിയമിച്ചു. 18-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ സ്കോട്ട്ലൻഡിൽ ജീവിച്ചിരുന്ന ക്രിസ്തു വിശ്വാസിയായിരുന്നു അലക്സാണ്ടർ ക്രൂഡൻ. തനിക്ക് ഭ്രാന്താണെന്ന ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിത താൽപര്യക്കാർ അനേക വർഷം അദ്ദേഹത്തെ അന്യായമായി ഭ്രാന്താശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദീർഘകാലത്തെ ഏകാന്തവാസത്തിൽ തളർന്നു പോകാതെ പിൽക്കാലത്ത് ലക്ഷക്കണക്കിന് വിശ്വാസികൾക്ക് വേദപുസ്തക പഠനത്തിന് സഹായകരമായി തീർന്ന ക്രൂഡൻസ് ബൈബിൾ സമ്പൂർണ്ണ കോൺകോർഡൻസ് അവിടെ വെച്ച് അദ്ദേഹത്തിന് എഴുതുവാനിടയായി. പാനപാത്രവാഹകന്റെ നന്ദികേടിനാൽ യോസേഫിന് 2 വർഷം കൂടി അന്യായമായി കാരാഗൃഹത്തിൽ തുടരേണ്ടതായി വന്നു. ഈ 2 വർഷം യോസേഫിന്റെ ജീവിതത്തിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ വർഷങ്ങളായിരുന്നിരിക്കാം. എന്നിട്ടും ദൈവം പ്രവർത്തിക്കുകയായിരുന്നു. അവന്റെ ജീവിതത്തിൽ മാത്രമല്ല, മിസ്രയീമിന്റെയും ഇസ്രയേലിന്റെ മുഴുവൻ കുടുംബത്തിന്റെയും ജീവിതത്തിലും ദൈവിക പ്രവർത്തനം നടക്കുകയായിരുന്നു. സങ്കീർത്തനം 105 നാം വായിച്ചതുപോലെ ദൈവമാണ് ഭൂമിയിൽ ക്ഷാമം ഉണ്ടാക്കിയത്. യാക്കോബിന്റെ കുടുംബത്തെ മുഴുവൻ മിസ്രയീമിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം അത് ഉപയോഗിച്ചു. നമ്മുടെ ജീവിതത്തിലെ സംഭവങ്ങളിലൂടെ ദൈവം എപ്പോഴും പ്രവർത്തിക്കുന്നു എന്ന് നാം അറിയേണ്ടതാണ്. അവൻ തന്റെ മഹത്തായ ഉദ്ദേശങ്ങൾ നമ്മിൽ നിറവേറ്റുന്നു. സ്വപ്നങ്ങൾ പ്രധാനമാണ്, എന്നാൽ അവ ദൈവത്തിൽ നിന്നുള്ളതാണെന്ന് നാം ഉറപ്പാക്കണം. നാം ദൈവത്തോടുകൂടെ താഴ്മയോടെ നടക്കുകയും നേരായി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് അവനിൽ നിന്ന് ശ്രവിക്കുവാൻ സാധിക്കും. ഫറവോന്റെ പാനപാത്രവാഹകൻ യോസേഫിനെ മറന്നുകളഞ്ഞു. എന്നാലും ദൈവം അവനെ മറന്നില്ല. അവനെ ഫറവോന്റെ ശ്രദ്ധയിൽപ്പെടുത്തുവാനുള്ള ശരിയായ നിമിഷത്തിനായി ദൈവം കാത്തിരിക്കുകയായിരുന്നു. മറ്റുള്ളവരുടെ മറവിയോ നന്ദികേടോ നമ്മെ അസ്വസ്ഥരാക്കേണ്ടതില്ല. ദൈവം പരമാധികാരിയാണ്. മറവി ഒരിക്കലും അവന് ബാധകമല്ല. ഇസ്രയേലിന്റെ ആദ്യ രാജാവായ ശൗൽ അഭിഷക്തനായതിനു ശേഷം താമസിയാതെ രാജ്യഭരണം ഏറ്റെടുത്തു. എന്നാൽ ദാവീദ് യൗവനത്തിൽ തന്നെ അഭിഷേകം ചെയ്യപ്പെട്ടു എങ്കിലും വർഷങ്ങളോളം കഴിഞ്ഞതിനു ശേഷം മാത്രമാണ് ഇസ്രയേലിന്റെ രാജാവായത്. ആദ്യം അവൻ താഴ്മയോടെ ശൗലിനെ വർഷങ്ങളോളം സേവിച്ചു. പിന്നെ ശൗലിന്റെ ശിഷ്ടകാലം മുഴുവൻ അവനിൽ നിന്ന് രക്ഷപ്പെടാനായി പലയിടങ്ങളിലായി പലായനം ചെയ്തു. എന്നാൽ ഈ സമയങ്ങളിൽ ദൈവം അവനിൽ പ്രവർത്തിക്കുകയായിരുന്നു. തന്റെ കൂടെയുള്ളവരെ നയിക്കുവാൻ അവൻ ഈ സമയത്ത് പഠിച്ചു. അവരുടെ താല്പര്യങ്ങൾ നോക്കുവാനും മറ്റുള്ളവരോട് നീതി പാലിക്കുവാനും
കരുണ കാണിക്കുവാനും ദൈവം അവനെ പരിശീലിപ്പിച്ചു. മറ്റുള്ളവർ തന്നോട് ചെയ്ത അപരാധങ്ങളെ ക്ഷമിക്കുവാനും അതിൽ ദൈവിക കരങ്ങൾ ദർശിക്കുവാനും ദാവീദിന് ഈ പരിശീലനം മുഖാന്തരം സാധിച്ചു. ശൗലിന്റെയും യോനാഥാന്റെയും ശവസംസ്കാര ചടങ്ങിൽ ഇത് തെളിഞ്ഞു കാണാവുന്നതാണ്. ആ സന്ദർഭത്തിൽ ആലപിക്കുവാൻ അദ്ദേഹം ഒരു സ്മാരക ഗാനം രചിക്കുകയും അത് മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്തു. പിന്നീട് അവരുടെ സ്മരണയ്ക്കായി ഇസ്രയേലിലുടനീളം ഇത് പ്രസിദ്ധമാക്കുകയും ചെയ്തു. അവരെക്കുറിച്ച് കയ്പേറിയതോ പരുഷമായതോ ആയ വാക്കുകളൊന്നും അവൻ സംസാരിച്ചില്ല. കയ്പും പ്രതികാരവും മുഴുവനായും തന്റെ ഹൃദയത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടു. അവനവരെ പുകഴ്ത്തുകയും അവരെ ഓർത്ത് വിലപിക്കുകയും ചെയ്തതായി നാം കാണും. വർഷങ്ങളായി അവനെ രൂപപ്പെടുത്തുകയും ശുദ്ധീകരിക്കുകയും ചെയ്ത അവനിലുള്ള ദൈവത്തിന്റെ പ്രവൃത്തിയെ പ്രതിഫലിക്കുന്നതാണ് ഈ സംഭവം. കാത്തിരിപ്പു കാലങ്ങളിലെ ദൈവിക ശിക്ഷണം നാം ഒരിക്കലും തുച്ഛീകരിക്കരുത്. അവന്റെ സമയത്തിനായി കാത്തിരിക്കുമ്പോൾ നാം തളർന്നു പോവുകയും അരുത്. യോസേഫിന്റെ ജീവിതകഥയിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ദൈവത്തിന് ആരുമായും സംസാരിക്കുവാൻ സാധിക്കും. വരാനിരിക്കുന്ന ക്ഷാമം അവനിവിടെ വെളിപ്പെടുത്തുന്നത് യാക്കോബിനോടോ അവന്റെ കുടുംബത്തിലെ മറ്റാരോടോ അല്ല, മിസ്രയീം രാജാവായ ഫറവോനോടാണ്. അബ്രഹാമിനോട് അനേക കാലം മുമ്പ് ദൈവം വെളിപ്പെടുത്തിയ ഭാവി സംഭവങ്ങളുടെ പൂർത്തീകരണത്തിന്റെ ഭാഗമായിട്ടാണ് സർവ്വഭൂമിയിലും ദൈവം ക്ഷാമം കൊണ്ടുവന്നത്. തന്റെ സന്തതികൾ 400 വർഷത്തേക്ക് അടിമകളായി മിസ്രയീമിൽ ആയിരിക്കുമെന്ന് ദൈവം അബ്രഹാമിനോട് പറഞ്ഞിരുന്നു. അതിന്റെ ശേഷം മാത്രമേ അവർ അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്ത കനാൻ ദേശം കൈവശമാക്കൂ എന്നും ദൈവം പറഞ്ഞിരുന്നു. ഫറവോനുമായുള്ള സംഭാഷണത്തിൽ യോസേഫിന്റെ ആത്മാർത്ഥമായ വിനയം നാം ദർശിക്കുന്നുണ്ട്. തനിക്ക് ലഭിച്ച ദൈവിക വരമാകട്ടെ അതോ ജീവിത വിജയമാകട്ടെ, അതെല്ലാം ദൈവത്തിൽ നിന്നാണ് എന്ന തിരിച്ചറിവാണ് തന്റെ ജീവിത രഹസ്യം. അവന്റെ പ്രശ്നങ്ങൾ അവനെ തളർത്തുവാൻ അവൻ അനുവദിച്ചില്ല. കാരണം അവയെ നന്മയ്ക്കുള്ള ദൈവത്തിന്റെ ആജ്ഞാനുവർത്തികളായി അവൻ കണ്ടു. അവന്റെ ശ്രദ്ധേയമായ വരങ്ങൾ അവനെ തെല്ലും ചീർപ്പിച്ചില്ല. കാരണം അവയെ തന്നിലൂടെയുള്ള ദൈവിക ശക്തിയായി അവൻ തിരിച്ചറിഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുത്തു. ദൈവത്തിന്റെ പരമാധികാരവും ശക്തിയും തിരിച്ചറിഞ്ഞ് അവൻ എപ്പോഴും വിനീതനായിരുന്നു. ദൈവം നൽകിയതെന്തും അവൻ സ്വീകരിച്ചു. ഈ നിമിഷം ദൈവം നൽകാത്തതൊന്നും അവൻ ആഗ്രഹിച്ചില്ല. പകരം ഏതു സാഹചര്യത്തിലും മുറുമുറുപ്പില്ലാതെ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ അവൻ തയ്യാറായിരുന്നു. അവന്റെ സംതൃപ്തി ദൈവത്തിലുള്ള പൂർണ്ണമായ ആശ്രയത്തിൽ നിന്നും സന്തോഷകരമായ ഉത്സാഹത്തിൽ നിന്നും ആണ് ഉടലെടുത്തത്. ഇതാണ് വിനയം. താഴ്മയുള്ളവർക്ക് ദൈവം കൃപ നൽകുന്നു എന്നും അവൻ എളിമയുള്ള മനുഷ്യനോടൊപ്പം വസിക്കുന്നു എന്നും തിരുവെഴുത്തിൽ നമുക്ക് കാണാവുന്നതാണ്. ഫറവോന്റെ സ്വപ്നങ്ങൾ വ്യാഖ്യാനിച്ചപ്പോഴും തനിക്ക് വേണ്ടി ഉയർന്ന പദവി നേടുവാൻ യോസേഫ് ശ്രമിച്ചിരുന്നില്ല. ഫറവോന്റെ മുമ്പാകെയുള്ള തന്റെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ ആ രാജ്യത്തിന് ഉപകാരപ്രദമായ ഒരു നടപടി താൻ നിർദ്ദേശിക്കുകയായിരുന്നു. അവൻ ഒരു യഥാർത്ഥ ഭരണാധികാരിയായിരുന്നു. സ്വന്തം ലാഭത്തേക്കാൾ ജനങ്ങളെ സഹായിക്കുവാൻ ഉത്സുകനായിരുന്നു. നാം മറ്റുള്ളവർക്ക് സഹായം നൽകുമ്പോൾ അത് നമ്മുടെ സ്വയം ലാഭത്തിന് വേണ്ടിയല്ല, മറിച്ച് അവർക്ക് സഹായം ആവശ്യമുള്ളതുകൊണ്ട് എന്ന് മനസ്സിലാക്കി ചെയ്യുമ്പോൾ നമ്മുടെ ഉദ്ദേശം ശുദ്ധിയുള്ളതായിരിക്കും. ദൈവം അത് മാനിക്കുകയും ചെയ്യും. അനേക വർഷത്തെ കഷ്ടപ്പാടിലൂടെ യോസേഫ് തികഞ്ഞവനായി തീർന്നു എന്ന് നാം ഇവിടെ കാണും. നമ്മുടെ കർത്താവും അതേ പാത തന്നെയാണ് പിന്തുടരുന്നത്. നമ്മുടെ ജഡം പ്രകൃതിയാൽ മത്സര സ്വഭാവം നിറഞ്ഞതാണ്. നമ്മെ ശിക്ഷണത്തിൽ വളർത്തുവാൻ ദൈവം കഷ്ടതകൾ ഉപയോഗിക്കുന്നു. അനുസരണം പഠിക്കുവാനുള്ള ഒരേയൊരു മാർഗമാണിത്. 1 പത്രോസ് 4:2 വായിക്കുന്നത് പോലെ, ജഡത്തിൽ കഷ്ടം അനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല, ദൈവത്തിന്റെ ഇഷ്ടത്തിനത്രേ ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിഞ്ഞിരിക്കും. ഈ കഷ്ടതയുടെ മാർഗം അഥവാ നമ്മുടെ സ്വാഭാവിക ആഗ്രഹങ്ങളോടുള്ള മരണം ക്രിസ്തുവിനായി ജീവിക്കേണ്ടതിന് പാപത്തിന്റെ ശക്തിയിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നു. സുഖസൗകര്യങ്ങൾ, സുരക്ഷിതത്വം, സൗഹൃദം, സ്വസ്നേഹം, ആത്മാഭിമാനം എന്നിങ്ങനെ നമുക്കിഷ്ടമുള്ള ജീവിത രീതി തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം നാം ആഗ്രഹിക്കുന്നു. പകരം നാം ക്രിസ്തുവിന്റെ മരണം നമ്മുടെ ശരീരത്തിൽ വഹിക്കുവാൻ തിരഞ്ഞെടുക്കുമ്പോൾ അവന്റെ ജീവിതം നമ്മിൽ പ്രകടമാക്കപ്പെടും.
ഇത് ദൈവമക്കൾക്ക് മാത്രം അവകാശമായ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മെ നയിക്കും. ദൈവത്തോടുള്ള ചെറുത്തുനിൽപ്പ് നാം മതിയാക്കി അവനോട് സഹകരിക്കുവാൻ തുടങ്ങുമ്പോൾ യോസേഫിനെ പോലെ അധികം താമസിയാതെ തന്നെ നാം ദൈവം ആഗ്രഹിക്കുന്ന പക്വതയിലേക്ക് കടന്നു വരും. യോസേഫിന് തന്റെ വലിയ ദൗത്യം ആരംഭിക്കുമ്പോൾ നമ്മുടെ കർത്താവിനെ പോലെ 30 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നു. നാം നമ്മുടെ സ്വന്തം ആഗ്രഹങ്ങൾക്ക് പുറകെ പോകുന്നതുകൊണ്ട് വിലപ്പെട്ട അനേക വർഷങ്ങൾ നമുക്ക് നഷ്ടപ്പെടുന്നു എന്ന് മാത്രമല്ല, ദൈവത്തിന് തന്റെ വേല നമ്മെ പരമേൽപ്പിക്കുവാൻ സാധിക്കാതെ പോവുകയും ചെയ്യും. ചെറിയ കാര്യങ്ങളിൽ പോലും നാം വിശ്വസ്തരല്ല. അതുകൊണ്ട് വലിയ കാര്യങ്ങളിൽ അവന് നമ്മെ വിശ്വസിച്ചേൽപ്പിക്കുവാൻ കഴിയുന്നില്ല. ദൈവത്തിന്റെ കരുതലിന് കീഴടങ്ങുവാൻ നമ്മെ സമ്മതിക്കുന്നു. അവൻ നമ്മുടെ സാഹചര്യങ്ങൾ അനുവദിച്ചുവെന്ന് നമുക്കറിയാമെങ്കിലും നാം അതോർത്ത് പരിതപിക്കുകയും ദുഃഖിക്കുകയും പലപ്പോഴും ദൈവത്തോട് മത്സരിക്കുകയും ചെയ്യും. യോസേഫിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം ഒരു ദിവസം കൊണ്ട് ദൈവം തിരികെ നൽകി. അവന് ജീവിത പങ്കാളിയെയും താൻ ആഗ്രഹിച്ച സ്നേഹവും ബഹുമാനവും സ്വാതന്ത്ര്യവും അധികാരവും ആശ്വാസവും ഒക്കെയും ലഭിച്ചു. എങ്കിലും മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചതിലൂടെ അവരോടുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുവാൻ അവന് സാധിച്ചു. അടിമയായി വിൽക്കപ്പെട്ടതും അകാരണമായ കാരാഗ്രഹവാസവും ഒക്കെ പോലെ തന്നെ ഇതും ദൈവഹിതമായിരുന്നു എന്ന് താൻ തിരിച്ചറിഞ്ഞു. ദൈവഹിതമാണ് നാം ആഗ്രഹിക്കുന്നതെങ്കിൽ ഏത് സാഹചര്യത്തിലും ഒരുപോലെ നിലനിൽക്കുവാൻ നമുക്ക് സാധിക്കും. ബാഹ്യ ആകർഷണങ്ങളിലല്ല, നമ്മുടെ ഹൃദയം ദൈവത്തോടൊപ്പമായിരിക്കുന്നതുകൊണ്ട് ജീവിതത്തിലെ ഏറ്റക്കുറിച്ചിലുകളെ സന്തുലിതയോടുകൂടി കൈകാര്യം ചെയ്യുവാൻ നമുക്ക് സാധിക്കും. ഇതാണ് നമ്മുടെ കർത്താവായ ക്രിസ്തുവിന്റെ മാർഗം. അവൻ മറ്റുള്ളവരാൽ തിരസ്കരിക്കപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും എല്ലാറ്റിനും ഉപരിയായി ബഹുമാനവും ശക്തിയും നൽകുകയും ചെയ്തു. അവനെ എല്ലാവരുടെയും കർത്താവും അവനെ വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും നിത്യരക്ഷയുടെ ഉറവിടവുമായി. അവൻ സഭയുടെ തലയാണ്. അവന്റെ രാജ്യത്തിൽ സകലത്തിന്റെയും ചുമതലക്കാരനുമാണ്. വിശക്കുന്നവർക്ക് അവൻ ഭക്ഷണം നൽകും. യോസേഫിന് ഈ കാലയളവിൽ 2 കുട്ടികളുണ്ടായിരുന്നു. ഒരാളുടെ പേര് അവൻ മനശ്ശെ എന്നിട്ടു. അതിനർത്ഥം മറക്കുവാൻ സഹായിക്കുന്നു എന്നാണ്. നാം അവനിലായിരിക്കുമ്പോൾ നമ്മുടെ എല്ലാ കഷ്ടതകളും കൈപ്പേറിയ കഴിഞ്ഞ കാലങ്ങളും നമുക്ക് മറക്കുവാൻ സാധിക്കും. 2ാമത്തെ മകന് അവൻ എഫ്രൈം എന്ന് പേരിട്ടു. ആ പേരിന്റെ അർത്ഥം ഫലസമൃദ്ധി എന്നാണ്. അവനെ അനുസരിച്ച് ജീവിക്കുമ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തെ ആത്മാവിന്റെ ഫലങ്ങളാൽ സമ്പന്നമാക്കും. നമുക്ക് ദൈവത്തെ സ്നേഹിക്കാം. അവൻ നമ്മോടൊപ്പം ഉള്ളതുപോലെ അവനോടൊപ്പം നമുക്കും ആയിരിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. കരുമന നീക്കാൻ കണ്ണുനീർ തുടയ്ക്കാൻ കരുത്തുറ്റ കരങ്ങൾ കർത്താവിൻ കരങ്ങൾ. കരുമന നീക്കാൻ കണ്ണുനീർ തുടയ്ക്കാൻ കരുത്തുറ്റ കരങ്ങൾ കർത്താവിൻ കരങ്ങൾ. ഒരു നാളും തളരാതിരിക്കുമാ കരങ്ങൾ തരുമെനിക്കഭയം. നിരന്തരം മരുവിൽ കരുതുമാ കരങ്ങൾ കാണുന്നു ഞാൻ. കരുണയോടെന്നെ അണയ്ക്കുമാ കരങ്ങൾ കരുതുമാ കരങ്ങൾ കാണുന്നു ഞാൻ.